ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യൻ ആർമിയെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. നിങ്ങളെല്ലാവരും ഇന്ത്യൻ സൈന്യത്തിന് വലിയ ബഹുമാനം കൊടുക്കുന്നവർ തന്നെയാണ്. അവരുടെ സഹനവും ത്യാഗവും ഒക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് ഓരോ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അതാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. അത്രയധികം നമ്മുടെ സൈന്യത്തെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിരമിച്ച സൈനികർക്കും, അതായത് എക്സ് മിലിറ്ററി എന്ന് പറയുന്നവർക്കും നമ്മൾ അതുപോലെ പരിഗണനകൾ നൽകാറുണ്ട്. ആ ബഹുമാനവും സ്നേഹവും നൽകാറുണ്ട്. കാരണം ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം, അവരുടെ പ്രായത്തിൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മണ്ണ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തികളിൽ ചെലവഴിച്ച ആളുകളാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്ത കുറച്ച് വിരമിച്ച സൈനികരുണ്ട്. അതായത് രാജ്യം അവരെ ബഹുമാനിക്കുന്നുവെന്നും ആദരിക്കുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വർത്തമാനത്തിലും പ്രവൃത്തിയിലുമൊക്കെ മര്യാദയും മാന്യതയും കാത്തു സൂക്ഷിക്കേണ്ടവർ. അത്തരം ഒരു ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് മേജർ രവി എന്ന സിനിമാക്കാരൻ എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. മേജർ രവി ചില വിഷയങ്ങളിൽ എടുക്കുന്ന സുധീരമായ സുശക്തമായ നിലപാടുകൾ ഈ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന മറ്റു ചില വിഷയങ്ങളിൽ തനി ചാണകമായി അധപ്പതിച്ച് വായിൽ തോന്നിയ പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞ് തല്ല് വാങ്ങിക്കൂട്ടുന്ന വിധത്തിലേക്ക് മേജർ രവി അധപ്പതിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോഴാ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അലക്കിയിട്ടുണ്ട് മേജർ രവിയെ. അതും വളരെ മാന്യമായി സഭ്യമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ മേജർ രവിക്കിട്ട് നല്ല മറുപടി തന്നെയാണ് വിസ്മയ കൊടുത്തിരിക്കുന്നത്. മേജർ രവി എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു വലിയ വിവാദമുണ്ടാക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിങ്ങനെ തെറി കേൾക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് CJP സമരത്തിനെതിരെ മേജർ രവി നടത്തിയ പ്രസ്താവനകൾ. നോക്കുക, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പോലും ഈ സമരത്തിന് വിദേശ ഫണ്ടിങ് വന്നതായി ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ടും പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ടും മേജർ രവി പറയുകയാണ് ഡൽഹിയിലെ സമരത്തിന് അമേരിക്കൻ ഫണ്ടിങ് ഉണ്ട് എന്ന്. നോക്കുക മനോരമയുടെ വാർത്ത. വിസ്മയ മോഹൻലാൽ സമരത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ സ്വന്തം ലൈവ് വീഡിയോയുമായി വന്ന് ഞാൻ മാത്രമാണ് ദേശസ്നേഹി, ബാക്കിയെല്ലാവരെല്ലാം ദേശദ്രോഹികളാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ അസത്യവും നുണകളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറഞ്ഞ മേജർ രവി അക്കൂട്ടത്തിൽ പറഞ്ഞ ഒരു നുണയാണ്, അല്ലെങ്കിൽ തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഡൽഹിയിലെ ഈ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സമരത്തിന് അമേരിക്കൻ ഫണ്ടിങ് ഉണ്ട് എന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സംഘപരിവാർ കേന്ദ്രങ്ങൾ, സംഘപരിവാറിൻ്റെ IT സെല്ലുകാർ ആരെ നോക്കിയും എന്ത് തെറിയും വിളിച്ചു പറയാൻ, എന്ത് സൈബർ ആക്രമണവും നടത്താൻ ഒരു മടിയുമില്ലാത്ത, അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത വിധത്തിൽ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തളർത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ചില സോഷ്യൽ മീഡിയ ഐഡികളുണ്ട്. യുവമാർക്ക് ധൈര്യമെന്നത് എന്താണെന്ന് പോലും അറിയില്ല. പേടിത്തൊണ്ടന്മാരാണ്. ഇവരെ ഫേക്ക് ഐഡികളിലാണ് വരുന്നത്. അതായത് ദൈവത്തിൻ്റെ പടം, മോദിയുടെ പടം, അമിത്ഷായുടെ പടം, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത പ്രൊഫൈല്, ഇതിലൊക്കെ വന്നിട്ട് ഒരാൾ തന്നെ 10, 20, 30 ഐഡികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവർ തന്നെ വന്നിട്ട് ഈ എതിർ രാഷ്ട്രീയം പറയുന്ന, ഇവരെ ചോദ്യം ചെയ്യുന്ന, സംഘപരിവാർ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നവരുടെ അടിയിൽ വന്നിട്ട് കമൻറ്റോട് കമൻറ്റ് തെറികളാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ സൈബർ ആക്രമണം നടത്തി പലരെയും നിശബ്ദരാക്കാമെന്നാണ് ഈ പടുവിഡ്ഢികൾ ഇത്രയും കാലം കരുതിയത്. പക്ഷെ CJP സമരത്തോടുകൂടി ഈ വിഡ്ഢിക്കൂട്ടങ്ങളുടെ വായടഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ ഫേക്ക് ഐഡികളിൽ പിച്ചുമ്പേയും പറയുന്ന, തെറി വിളിക്കുന്ന ഐഡികൾ മുഴുവൻ പേടിത്തൊണ്ടന്മാരാണെന്ന് ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ നാട്ടിലെ യുവാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ നാടിൻ്റെ രാഷ്ട്രീയം അറിയുന്നവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് യുവമാർ എത്ര തെറി വിളിച്ചാലും പോയി പണി നോക്കണേ എന്ന മട്ടിൽ യഥാർത്ഥ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്രയും ഐക്യത്തോടുകൂടി ഒരു വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും മേജർ രവി അന്ന് ചെയ്തത് വിസ്മയോടുള്ള ഒരു കൊടും ക്രൂരതയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണ്, വിസ്മയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല ഇട്ടത്. വിസ്മയ്ക്ക് രാഷ്ട്രീയം അറിയില്ല. ഈ CJPയെ പിന്തുണയ്ക്കുന്നത് തെറ്റാണ് എന്ന മട്ടിൽ
ഇവിടെ CJPക്ക് അമേരിക്കൻ ഫണ്ടിങ് വരുന്നുണ്ട്, അത് രാജ്യവിരുദ്ധമായ ഫണ്ടിങ് ആണ്, രാജ്യത്തെ തകർക്കാനുള്ള ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ്മയ ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് മേജർ രവി അടിച്ചു വിട്ടത്. വിസ്മയക്ക് രാഷ്ട്രീയ പക്വതയില്ല, ഒരു കൊച്ചല്ലേ, അതിനൊന്നും അങ്ങനെയൊന്നും പറയാൻ അറിയാൻ പാടില്ല, കുഞ്ഞാണ് എന്ന മട്ടിൽ വിസ്മയെ വല്ലാത്ത രീതിയിൽ കൊച്ചാക്കി കാണിക്കുന്ന ഒരു സമീപനവും മേജർ രവി സ്വീകരിച്ചിരുന്നു. ഞാനും വിചാരിച്ചു എന്താണ് മോഹൻലാൽ മേജർ രവിയുമായി നല്ല സൗഹൃദത്തിലുള്ള ഒരു നടനാണ്. മേജർ രവിയുടെ പട്ടാള സിനിമകളിലൊക്കെ അഭിനയിച്ച് മേജർ രവിക്ക് ഒരു വലിയ ഹൈപ്പ് കൊടുത്ത ഒരാളാണ് മോഹൻലാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളാണ് എന്ന ഒരു പരിഗണന പോലും നൽകാതെ വിസ്മയെ വല്ലാത്ത രീതിയിൽ കൊച്ചാക്കി അവഹേളിക്കുകയായിരുന്നു മേജർ രവി സത്യം പറഞ്ഞാൽ ആ വീഡിയോയിലൂടെ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാറിൻ്റെ വിദ്വേഷ ഐഡികൾ അതിനുശേഷമാണ് ഈ പറയുന്ന വിസ്മയക്കെതിരെ രൂക്ഷമായ ക്യാമ്പയിനുകളുമായി രംഗത്തെത്തിയത്. ഞാൻ അന്ന് കരുതിയത് വിസ്മയ ഇതോടുകൂടി മിണ്ടാതാകും, ഈ വിഷയത്തെക്കുറിച്ച് ഇനി അഡ്രസ്സ് ചെയ്യില്ല, മറ്റു പല നടന്മാരെ പോലെയും സംഘപരിവാറിന് വഴിപ്പെട്ട് പേടിച്ച് ജീവിക്കാൻ പോവുകയാണ്, ഇനി ഈ വിഷയത്തിൽ വാ തുറക്കില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിഗംഭീരമായി തന്നെ കൊച്ചാക്കി കാണിച്ചവർക്കും ഇല്ലാതാക്കാൻ നോക്കിയവർക്കും സൈബർ ആക്രമണം നടത്തിയവർക്കും മേജർ രവിക്കും ഉൾപ്പെടെ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പ്രതികരിച്ചിരിക്കുകയാണ് വിസ്മയ. വിസ്മയയുടെ വാക്കുകൾ എന്തായിരുന്നു എന്ന് വാർത്തയായി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ദില്ലി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയതിന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന് വിസ്മയ മോഹൻലാൽ. താരപുത്രി ആയതുകൊണ്ട് താൻ എപ്പോഴും ആളുകളുടെ നിരീക്ഷണത്തിലാണെന്ന് തോന്നിയിട്ടില്ല എന്ന് വിസ്മയ മോഹൻലാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നോക്കുക എത്ര ഭംഗിയായിട്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിസ്മയ മേജർ രവി അടക്കമുള്ളവരെ അടിച്ചു വീഴ്ത്തിയത് എന്ന്. ഇതൊന്നും തന്നെ ബാധിക്കാനേ പോകുന്നില്ല എന്നൊരൊറ്റ വാക്കിൽ മേജർ രവിയുടെയും കൂടെ ഇറങ്ങിയ സംഘപരിവാർ വെട്ടിക്കുളി കൂട്ടത്തിൻ്റെയും വായടഞ്ഞു പോയി. എന്തൊക്കെ തെറിവിളികളാണ്, എന്തൊക്കെ തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള അതിര് കടന്നിട്ടുള്ള കടന്നാക്രമണങ്ങളാണ് വിസ്മയ മോഹൻലാലിനെതിരെ ആ സമയത്ത് ഉണ്ടായത് എന്ന് നമുക്ക് അന്നത്തെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതാണ്ട് 2 ദിവസത്തോളം വിസ്മയെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ, മോഹൻലാലിനെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ, വല്ലാത്ത രീതിയിലുള്ള സകല അതിരുകളും ലംഘിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് അന്നൊക്കെ നടന്നത്. അതോടുകൂടി വിസ്മയെ പേടിച്ച് നിലപാട് മാറ്റി ഒളിച്ചോടി പോകുമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ തിരിച്ചടി, ഇൻക്ലൂഡിങ് മേജർ രവി, ശക്തമായ തിരിച്ചടിയും പ്രഹരവും തന്നെയാണ്. മേജർ രവിയുടെ കരണം പുകയ്ക്കുന്ന രീതിയിലുള്ള സ്പഷ്ടമായ വ്യക്തമായ മറുപടി ഇപ്പോൾ വിസ്മയ നൽകിയിരിക്കുകയാണ്. എന്താണ് വിസ്മയ പറയുന്നത്? ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല, കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപം എന്ന് തന്നെയാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. താൻ കൂടുതൽ കാലം ജീവിച്ചത് കേരളത്തിന് പുറത്താണ്, അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ മകൾ എന്ന നിലയിൽ ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമൂഹം മുഴുവൻ തൻ്റെ പുറകെ എന്താണ് താൻ ചെയ്യുന്നത് എന്ന് നോക്കി, മോഹൻലാലിൻ്റെ മോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കാറില്ല. അപ്പോൾ അത് നടക്കുന്നവർക്ക് വേറെ ഒരു പണിയുമില്ല എന്ന് പരോക്ഷമായി വിസ്മയ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല, മോഹൻലാലിൻ്റെ മകൾ എന്ന രീതിയിൽ എന്നെ കാണാറുമില്ല. എനിക്ക് വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, മോഹൻലാലുമായി ചേർത്ത് എന്നെ കാണേണ്ടതില്ല. ഞാൻ വ്യക്തിപരമായ ഒരു വ്യക്തിയാണ്, എനിക്ക് എൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതിനെ ആരും ചോദിക്കാൻ വരണ്ട എന്നുള്ളത് തന്നെയാണ് വിസ്മയ പറഞ്ഞത്. താനൊരു സാധാരണ വ്യക്തിയാണ്, വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കാറില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ എന്ന നിലയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു, പക്ഷേ അതിനെയൊന്നും കാര്യമാക്കുന്നില്ല. ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഇനി മേജർ രവി അങ്കിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊന്നും കാര്യമാക്കാതെ താൻ അടിയുറച്ച് നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകും എന്ന് വിസ്മയ പറഞ്ഞതോടെ അടപടലം പെട്ടിരിക്കുകയാണ് മേജർ രവി. എന്ന് മാത്രമല്ല, മേജർ രവി പറഞ്ഞ പോലെ വിദേശ ഫണ്ടിങ് എന്ന ആരോപണം അത് ഏറ്റെടുത്ത് സംഘപരിവാറുകാർ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അതൊന്നും തെളിവില്ലാത്ത ആരോപണങ്ങളാണ്, വെറും ആരോപണങ്ങൾ, കെട്ടിച്ചമച്ച കഥകൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പ്രതിനിധി മാധ്യമ സമ്മേളനം നടത്തി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പോലും പറയാത്ത കാര്യം തൻ്റെ എന്തോ ഇൻ്റലിജൻസ് കഴിവിൽ താൻ കണ്ടെത്തി പുറത്തുവിടുകയാണെന്നൊക്കെ പറഞ്ഞ മേജർ രവിക്ക് വിസ്മയയെ അടിക്കാനൊരു സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് ലൈവിട്ട് ആളാകാൻ വന്ന മേജർ രവിക്ക് ചുട്ട മറുപടി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ ഒരു ചർച്ചയിൽ മേജർ രവിക്കുള്ള ശക്തമായ തിരിച്ചടി അന്ന് തന്നെ കൊടുത്തിരുന്നു. മേജർ രവിയെ ആരാണ് വിസ്മയ മോഹൻലാലിൻ്റെ ഭാഗം വിശദീകരിക്കാൻ ചുമതലപ്പെടുത്തിയത്, അയാൾ അക്ഷരാർത്ഥത്തിൽ മേജർ സംഖ്യയാണ് എന്ന് ജിൻഡോ ജോണും പറഞ്ഞത്. സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളും രൂക്ഷമായ ചീത്തവിളികളുമൊക്കെ മേജർ രവി അന്ന് തന്നെ കേട്ട് എയറിൽ പോയിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ വിസ്മയ കൂടി അടി കൊടുത്തതോടെ മേജർ രവിക്ക് തൃപ്തിയായി എന്ന് കരുതുന്നു. ദയവായി വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ വില കളയുന്ന രീതിയിൽ നുണ പറഞ്ഞ് അനാവശ്യ കാര്യങ്ങളിൽ തലയിട്ട് അടിമേടിച്ച് കരഞ്ഞ്
അത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മേജർ രവി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് ഒന്നുമില്ലെങ്കിലും കീർത്തി ചക്ര പോലെ മികച്ച സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അങ്ങയുടെ മികച്ചൊരു കാലഘട്ടം സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ള ഒരു ആർമി ഓഫീസറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അറിവില്ലായ്മയും വെളിവില്ലായ്മയും ഒക്കെ അവതരിപ്പിച്ചുള്ള വില കളയരുത് എന്ന് മാത്രമാണ് മേജർ രവിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് എന്നതും സൂചിപ്പിക്കുകയാണ്.